നമസ്കാരം. വാർത്താരംഭം തുടങ്ങുകയാണ്. തലക്കെട്ടുകൾ. കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ മുനമ്പം ജനതയുടെ സമരം 50-ാം നാളിൽ. ചർച്ചകൾ ഏറെ നടന്നിട്ടും പരിഹാര നിർദ്ദേശങ്ങൾ ഇനിയും അകലെ. സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയൊഴിയില്ലെന്ന നിലപാട് ഉറപ്പിച്ചു പറഞ്ഞ ജനങ്ങൾ. എറണാകുളത്തെ 2 തീപിടുത്തങ്ങളും നിയന്ത്രണ വിധേയം. സൗത്ത് പാലത്തിന് സമീപം ആക്രി ഗോഡൌൺ കത്തി നശിച്ചത് പുലർച്ചെ 2:30-ഓടെ. നെടുമ്പാശ്ശേരി ആപ്പിൾ റെസിഡൻസിയിലെ തീയണച്ചു. 4 കാറുകൾ കത്തി നശിച്ചു. ഫിൻജാൽ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി. ചെന്നൈയിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പ്. പുതുച്ചേരി, കടലൂർ, വിഴുപുരം തീരങ്ങളിൽ കനത്ത മഴ തുടരുന്നു. ശമ്പളം കിട്ടാതെ ആത്മഹത്യ ചെയ്ത ട്രാക്കോ കേബിൾ ജീവനക്കാരന്റെ സംസ്കാരം അല്പസമയത്തിനകം. സർക്കാരിനും മാനേജ്മെന്റിന്റെ കടുത്ത പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ഡിമാൻഡിൽ ഉറച്ചു ശിവസേന. വിലപേശലിൽ പ്രതിസന്ധിയായി മഹായുതി. സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിച്ചിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായില്ല. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനം തുടരുന്നു. ഇന്ന് കൽപ്പറ്റയിലും ബത്തേരിയിലും മാനന്തവാടിയിലും. ഡൽഹിക്കുള്ള മടക്കം വൈകിട്ട്. മഹാരാഷ്ട്രയിലെ വോട്ട് വിവാദത്തിൽ ചർച്ചയ്ക്ക് വിളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മറ്റന്നാൾ കോൺഗ്രസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച. കൂടുതൽ വോട്ടുകൾ എണ്ണിയെന്ന റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് കമ്മീഷൻ. വിശദീകരണം വിശ്വസിച്ച് പിന്നാക്കം പോകില്ലെന്ന് കോൺഗ്രസ്. വാണിജ്യ LPGക്ക് ഈ മാസവും വില കൂട്ടി. സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത് 16 രൂപ. 5 മാസത്തിനിടെ കൂട്ടിയത് 173 രൂപ. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. എട്ട് വർഷത്തിനു ശേഷം സിറിയയിൽ വിമതരും സൈന്യവും വീണ്ടും നേർക്കുനേർ. സംഘർഷം രൂക്ഷം. സാധാരണക്കാരടക്കം 200-ലേറെ പേർ മരിച്ചതായി റിപ്പോർട്ട്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ സമനില തുടരുന്നു. ഗുകേഷ് ഡിംഗ്ലിറൻ പോരാട്ടം ഒപ്പത്തിനൊപ്പം. ഇന്ന് 6ാം ഗെയിം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വഖഫ് ഭൂമി വിഷയത്തിൽ മുനമ്പം നിവാസികൾ നടത്തുന്ന നിരാഹാര സമരം ഇന്ന് 50-ാം ദിവസം. വിഷയം പരിഹരിക്കാൻ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷന് രൂപം നൽകിയെങ്കിലും പ്രശ്നപരിഹാരമാകും വരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളെ സമരസമിതി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുനമ്പം സമരം 50-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 50-ാം ദിവസവും ഇവിടേക്ക് നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ട് അവരുടെ പിന്തുണയെല്ലാം തന്നെ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമരം അത് ഇപ്പോൾ ഒരു പരിധിവരെ അതിൻ്റെ ഒരു തീക്ഷ്ണത പൊതുവിൽ കേരളത്തിലെമ്പാടും സമരം വ്യാപിപ്പിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഒരു തീക്ഷ്ണത അല്പമൊന്ന് ഇവർ കുറയ്ക്കുന്നത് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ അടക്കം നിശ്ചയിച്ചതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധിയായ കേരളത്തിൽ നിന്ന് എമ്പാടും ഇവിടേക്ക് എത്തിയ സംഘടനകൾ, വ്യക്തികൾ തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവര് ഐക്യദാർഢ്യം ഇവിടേക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ ഈ മുനമ്പം നിവാസികളോടൊപ്പം തന്നെ കേരളം തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. കാരണം ഇവർക്ക് നീതി ഉറപ്പാക്കണം എന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയവുമില്ല. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ മുനമ്പം ബീച്ചിനോടുള്ള വേളാങ്കണ്ണി മത ദേവാലയത്തിന്റെ അങ്കണത്തിലാണ് ഈ സമരവേദിയായി തുടക്കം മുതൽ തന്നെ തീരുമാനിച്ചു. നിന്നിപ്പോൾ 50 ദിവസത്തിലേക്ക് എത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിസരവാസികൾ മാത്രമായിട്ട് ഇവിടെ നിന്ന് ആരംഭിച്ചൊരു സമരം കേരളം മൊത്തത്തിൽ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തത്. അതിനുശേഷം വലിയ രീതിയിലേക്ക് കേരളം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. മുഖ്യമന്ത്രി അടക്കം ഇടപെടുകയും ചെയ്യുന്നു. നമുക്കൊപ്പം സമരസമിതി നേതാക്കളും പള്ളി വികാരിയും എല്ലാം തന്നെ ചേരുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ഫാദറിലേക്ക് 50 ദിവസം അതും ഒരു ദേവാലയത്തിന്റെ മുന്നിൽ ഒരു സമരം എന്നത് അതൊരു പുതിയ കാര്യവും എല്ലാം തന്നെയാണ്. കേരളം അത് ഇതുവരെ അത്തരം കാര്യങ്ങൾ കണ്ട് പരിചയിച്ചിട്ടില്ല. ഒരു സാമൂഹ്യ പ്രശ്നം ഈ രീതിയിൽ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് തോന്നിയിരുന്നു.
ഈ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാതെ വന്നപ്പോഴാണ് ഈ രീതിയിൽ ഞങ്ങൾ നീങ്ങിയത്. അപ്പോൾ അതിന് എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ ക്രൈസ്തവരും ഹൈന്ദവരും ഒരുമിച്ചാണ് ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട്, അല്ലെങ്കിൽ സെപ്റ്റംബർ 27-ന് വഞ്ചി സ്ക്വയറിലാണ് ഞങ്ങൾ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരത്തോടുകൂടി ആരംഭിച്ചതാണ്. അതിനുശേഷം SNDP സംഘടനയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ചെറായി ജംഗ്ഷനിലും ഇതുപോലെ നടത്തിയായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ നിരാഹാര സമരം ഇവിടെ നമ്മൾ പന്തലിൽ പള്ളിയുടെ മുമ്പിലായിട്ട് നടത്താൻ തുടങ്ങി. ഇന്നിപ്പോൾ 50 ദിവസങ്ങളായി ഇതിൽ ഹൈന്ദവ സംഘടനകൾ ഒരുമിച്ച് കൂടെ എന്നാണ് ചെയ്യുന്നത്. മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നീതിക്ക് വേണ്ടി പോരാടുന്ന ഈ സമൂഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പലരും ഇവിടെ കടന്നു വരുന്നുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് മെത്രാന്മാരും മറ്റുള്ള ക്രൈസ്തവ വിഭാഗങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് വന്നാണ് ഇവിടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ മിക്ക ഇടവകളിലും ഈ സമരത്തെക്കുറിച്ച് അവർ സംസാരിക്കുകയും ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടവകളിൽ ജാഥകൾ നടത്തുകയും ഇന്നലെയും ഇന്നുമായിട്ട് ചില സ്ഥലങ്ങളിൽ അവർ ഉപവാസ സമരം പോലും നടത്തുന്നുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നു. അത്തരം അതിനൊരു പ്രവർത്തനത്തിലേക്കെല്ലാം വരികയാണ്. കമ്മീഷനെ വിശ്വാസത്തിലെടുക്കുന്നു. കമ്മീഷൻ നിയമിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രശ്ന പരിഹാരത്തിന് ഒരു ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. ഇനി മുമ്പോട്ട് പോകുന്ന ദിനങ്ങളിൽ കമ്മീഷൻ ഉടനെ തന്നെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് 3 മാസത്തിന്റെ ഉള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. സമരസമിതി കൺവീനർ ബെന്നി ജോസഫ് കൂടി ചേരുന്നത്. എന്താണ് ഇതിൽ പറയാനുള്ളത്? സമരം നീണ്ടു നിന്നാൽ അതിൽ അതേ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും. അതെ, ഇപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ തന്നെ 50-ാം ദിവസത്തിൽ 1 ലക്ഷം ആളുകളെ വെച്ചിട്ട് കേരളം മൊത്തത്തിൽ ഒരു സ്ട്രൈക്കിന്റെ രൂപത്തിലാണ് ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ശക്തമായ രീതിയിൽ ഇടപെടുകയും നമ്മുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഞങ്ങൾ ശ്രദ്ധാപൂർവം ഞങ്ങൾ വീക്ഷിക്കുന്നു. ഞങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കമ്മീഷനുമായി ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പി രാജീവ് മന്ത്രിയെ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ സന്ദർശിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും ചേർന്ന് നിന്ന് ഞങ്ങൾ സഹകരിച്ച് ഞങ്ങൾക്ക് അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ കമ്മീഷൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അതിലും അവരുടെ വാക്കുകൾ വ്യക്തമാണ്. സമരം തുടർന്നു കൊണ്ടുപോകും. മുൻപത്തെ വികാരം ഉൾക്കൊള്ളുക, കമ്മീഷനും ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെയും അത്തരം കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ ആവശ്യപ്പെടുന്ന, കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകളും കാര്യങ്ങളും എല്ലാം തന്നെ സമർപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലും അവർ നിൽക്കുന്നു. അത് കമ്മീഷനും ബോധ്യപ്പെടും എന്ന ശുഭാപ്തി വിശ്വാസമാണ് അവർ പങ്കുവയ്ക്കുന്നത്. സമരം ശക്തമായിട്ട് തുടരും. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായിട്ട് തുടരുമെന്ന നിലപാടിലും ഈ 50-ാം ദിവസത്തിലും അവർ യാതൊരു മാറ്റവും അതിനില്ല. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. സത്യപ്രതിജ്ഞ തീയതിയും വേദിയും തീരുമാനിച്ചുവെങ്കിലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാവാതെ മഹായുതി സഖ്യം. ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാകാനില്ലെന്ന് ഉറപ്പായ ശിവസേന വിലപേശൽ തുടരുകയാണ്. ആഭ്യന്തര വകുപ്പാണ് സേനയുടെ ഏറ്റവും പുതിയ ഡിമാൻഡ്. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഏക്നാഥ് ഷിൻഡെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിയത്. ഇന്നൊരു യോഗമുണ്ടാകും കൂടുതലായി എന്നുള്ള വിവരങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അതിനുള്ള സാധ്യതകളുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? രഞ്ജിത്ത്, ഏതായാലും തീയതിയും ഒപ്പം തന്നെ വേദിയും ഒക്കെ തന്നെ BJP ഇന്നലെ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇക്കാര്യം പരസ്യമായി പ്രതികരിച്ചു. അതായത് 5-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുംബൈയിലെ പ്രസിദ്ധമായ ആസാദ് മൈതാനത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യും. പക്ഷേ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് BJP ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ശിവസേന ഏക്നാഥ് ഷിൻഡെ ഇക്കാര്യത്തിൽ ചില കടുംപിടുത്തം നിൽക്കുന്നു. അതായത് ഏക്നാഥ് ഷിൻഡെ BJP അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം BJPയിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ ഈ ചർച്ചകളുടെ പ്രശ്നം പരിഹരിച്ച ശേഷം ഒരു പ്രഖ്യാപനത്തിലേക്കാണ് BJP ഇപ്പോൾ ഏതായാലും കാത്തു നിൽക്കുന്നത്. അജിത് പവാർ, NCP അജിത് പവാർ ഈ മുന്നണിയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. അജിത് പവാർ തന്നെ ഇന്നലെ ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി BJPയിൽ നിന്ന് തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഏതായാലും വലിയ വിജയം നേടി
8 ദിവസം കഴിയുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പ്രഖ്യാപനത്തിലേക്ക് BJP മഹായുതി സഖ്യം കടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ദേവേന്ദ്ര ഫഡ്നവിസിന് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വഴി തെളിയുന്നത്. സംസ്ഥാനത്ത് അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ട്, RSSന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്, NCP അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, BJP ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. ഏതായാലും ശിവസേന ഇടഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ചെറിയ പ്രതിസന്ധിക്ക് കാരണം. ശിവസേന ആകട്ടെ അവരുടെ ചില അവകാശവാദങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിലും. അതിലിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനമില്ലെന്ന് ഉറപ്പിച്ചതോടെ ശിവസേന ഇപ്പോൾ ആവശ്യം ഉന്നയിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്. അതിനവർ ചില വാദങ്ങൾ കൂടി നിരത്തുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കാറില്ല. 2022 ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായത്. അന്ന് ഉപമുഖ്യമന്ത്രിയും ദേവേന്ദ്ര ഫഡ്നവിസ് ആയിരുന്നു. ഫഡ്നവിസാണ് അന്ന് കൈകാര്യം ചെയ്തത് ആഭ്യന്തര വകുപ്പ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആഭ്യന്തര വകുപ്പ് സേനയ്ക്ക് വേണം എന്നൊരാവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. BJPയോടുള്ള ചർച്ചകളിലല്ല, പരസ്യമായി തന്നെ ഇന്നലെ ശിവസേന വക്താവ് പറഞ്ഞു എന്താണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഷിൻഡെയെ അന്വയിപ്പിക്കാനുള്ള നീക്കങ്ങൾ BJP തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം മറാത്ത വിഭാഗത്തിനുള്ള പ്രധാനപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകളൊക്കെ തന്നെ ഇത്തവണ ഒപ്പം നിന്നിട്ടുണ്ടെന്ന് BJPക്കും വ്യക്തമായി അറിയാം. അപ്പോൾ ഷിൻഡെയെ പിണക്കാതെ ഷിൻഡെയെ കൂടെ നിർത്തിക്കൊണ്ടൊരു മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. ചർച്ചകൾ തുടരുകയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മുംബൈയിലില്ല. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലാണുള്ളത്, സത്താറയിലാണുള്ളത്. അവിടെ ശിവസേന നൽകുന്ന വിശദീകരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പനിയാണ്. പനി മാറിയ ശേഷം മുംബൈയിൽ മടങ്ങിയെത്തുമെന്നാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഇന്നൊരു ചർച്ച നടക്കാനുള്ള സാഹചര്യമുണ്ട്. അതെങ്ങനെ പുരോഗമിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. മഹാരാഷ്ട്രയിലെ വോട്ട് വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ ചർച്ചയ്ക്ക് വിളിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം 3 കൂടിക്കാഴ്ച. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. മഹാരാഷ്ട്രയിലെ വോട്ട് വിവാദം സജീവ ചർച്ചാ വിഷയമാകുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് പ്രതിനിധികളെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നേരത്തെ ഹരിയാന തെരഞ്ഞെടുപ്പിലും സമാന പരാതികൾ ഉയർന്നെങ്കിലും വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വത്തിന് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ മഹാവികാസ് അഘാടി സഖ്യത്തിന് സാധിച്ചെങ്കിലും മാസങ്ങൾക്കിപ്പുറം വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ വിജയം മഹായുതി സഖ്യവും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഇക്കാലയളവിൽ മഹായുതി സഖ്യ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ കൊണ്ട് മാത്രം വിവാദങ്ങളും സർക്കാർ വിരുദ്ധതയും മറികടക്കാനാകുമോ എന്ന ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. പോളിംഗ് ദിനത്തിൽ അവസാന മണിക്കൂറിൽ വലിയ രീതിയിൽ പോളിംഗ് നിരക്ക് ഉയർന്നിരുന്നു. ഈ സമയം ഏകദേശം 70 ലക്ഷത്തോളം പേർ വോട്ട് ചെയ്യാനെത്തിയെന്നും അതിൽ ക്രമക്കേടുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ഇതിനു പുറമെ 5 ലക്ഷത്തിലധികം വോട്ടുകളുടെ അന്തരം പോൾ ചെയ്ത വോട്ടുകളിലും എണ്ണിയ വോട്ടുകളിലും ഉണ്ടെന്ന വിവാദവും പരാതിയുടെ ആക്കം കൂട്ടുന്നു. പല മണ്ഡലങ്ങളിലും തുച്ഛമായ വോട്ടിനാണ് മഹായുതി സ്ഥാനാർത്ഥിക്കുള്ള വിജയം. അവിടെ എണ്ണിയ വോട്ടുകൾ കൂടുതലാണെന്ന റിപ്പോർട്ടുകളും മുന്നിലുണ്ട്. മാത്രമല്ല, വിവിധ ബൂത്തുകളിൽ മഹാവികാസ് അഘാടിക്ക് 500-നും 1000-നും ഇടയിൽ വോട്ടുകൾ ലഭിക്കുമെന്ന് കരുതിയെടുത്ത 50-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചതെന്നും പറയുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. പോസ്റ്റൽ വോട്ടുകളുടെ കണക്ക് ഉൾപ്പെടുത്താത്തതാണ് അന്തരത്തിന് കാരണമെന്നായിരുന്നു വിശദീകരണം. പക്ഷേ ഈ വാദങ്ങൾ വിശ്വസിച്ച് പിന്നോട്ട് പോകാനില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. കൃത്യമായ വിശദീകരണവും എങ്ങനെയാണ് അന്തരമുണ്ടായതെന്ന് ബോധ്യമാകുന്നതുവരെ വിഷയം ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എറണാകുളം പനമ്പള്ളി നഗറിലും നെടുമ്പാശ്ശേരിയിലും വൻ തീപിടുത്തമുണ്ടായി. പനമ്പള്ളി നഗറിൽ സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ആക്രി ഗോഡൌണിലാണ് പുലർച്ചെ 1 മണിയോടെ തീപിടുത്തമുണ്ടായത്. ഗോഡൌണിലെ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. സമീപത്തെ ലോഡ്ജുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള ആപ്പിൾ റെസിഡൻസിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു കാർ പൂർണ്ണമായും 3 കാറുകളും ബൈക്കുകളും ഭാഗികമായും കത്തി നശിച്ചു. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, 1 മണിക്കൂർ വ്യത്യാസത്തിലുണ്ടായ 2 തീപിടുത്തങ്ങൾ സംശയമില്ല എറണാകുളം നഗരത്തെ കുറേനേരം പരിഭ്രാന്തിയിലാക്കി. എന്താണ് സംഭവിച്ചത്? ഒടുവിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത്? രഞ്ജിത്ത്, 2 വലിയ തീപിടുത്തങ്ങളാണ് എറണാകുളം ജില്ലയിലുണ്ടായത്. ഒന്ന്, ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് ട്രെയിൻ കടന്നു പോകുന്ന ഈ തൊട്ട് അടുത്ത് ഇതിന് ഉണ്ടായിരുന്നൊരു ആക്രി കടയിലാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് സമീപത്ത് എല്ലാം തന്നെ തീ പടരുകയും ചെയ്തു. മറ്റൊന്നുണ്ടായത് നെടുമ്പാശ്ശേരിയിലാണ്. എന്തായാലും ഈ ഇവിടുത്തെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ആക്രി കട, അതിൻ്റെ ഒരു വലിയൊരു ഗോഡൌൺ ആണ്. ഇതിനകത്തേക്ക് പോകുന്നതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു വലിയ ഗോഡൌൺ ആണ്. വലിയ
ശേഖരമാണ് ഇതിന്റെ അകത്തുള്ളത്. നിരവധിയായ നമ്മൾ സാധാരണഗതിയിൽ ഈ പറയുന്ന പോലെ പാഴ് വസ്തുക്കൾ, അതിനപ്പുറത്തേക്ക് കാര്യമായ രീതിയിൽ തന്നെ ഈ സംഭരണമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. വലിയ രീതിയിൽ ഇതിന് ചുറ്റി അപ്പുറം വരെ വരുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തീ പടർന്ന് പിന്നീട് അതൊരു വലിയ രീതിയിലേക്ക് തീ പടരുകയായിരുന്നു എന്നാണ് പറയുന്നത്. ചുറ്റും ഈ പാഴ് വസ്തുക്കളും മറ്റും ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട്, അത് എന്തെല്ലാം വസ്തുക്കളായിട്ട് തന്നെയുണ്ട്, പഴയ പെയിന്റ് പാട്ട അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ തീ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ കത്താനുള്ള മുഴുവൻ സാധ്യതയുമുള്ള സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് തൊട്ടടുത്ത ഒട്ടനവധി കടകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് ഇരുചക്ര വാഹന റിപ്പയറിംഗ് യാർഡ് അടക്കം നിരവധിയായ കടകളുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ വീടുകൾ, ചെറിയ മുറികൾ, താമസക്കാരുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയാണ് തീ പടർന്നത്. ഇന്നലെ ആളുകൾ പറയുന്നത് തൊട്ടടുത്ത് ഈ ഒരു ഇലക്ട്രിക് ലൈൻ അടക്കം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊരു സ്പാർക്ക് ആ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരു സ്ഥിരീകരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. എന്തായാലും ആ തീ പടർന്നു. പക്ഷെ അത് ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത രീതിയിലേക്ക്, വലിയ രീതിയിലേക്ക് ഒരു അഗ്നിബാധയായിട്ട് തന്നെ മാറുകയായിരുന്നു. ഇപ്പോഴും അത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസര വിഭാഗങ്ങളിലെല്ലാം തന്നെ കനത്ത പുക ഉയരുകയും ചെയ്തു. ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് തീ പടർന്നതായിട്ട് കാണുകയും ചെയ്തത്. ഇവിടെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ, നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ എറണാകുളം ജില്ലയിലെ കൂടാതെ തന്നെ ആലപ്പുഴയിൽ നിന്നും ഇവിടേക്ക് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തു. തുടർന്നാണിത് ഒരു പരിധിവരെയെങ്കിലും പുലർച്ചയോടുകൂടി നിയന്ത്രിക്കാനടക്കം സാധിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ട്രെയിൻ ഗതാഗതത്തെയും സാരമായിട്ട് തന്നെ ഇത് ബാധിച്ചു. ഏതാണ്ട് 2 മണിക്കൂറിലധികം ട്രെയിൻ ഗതാഗതം ഇതുവഴിയുള്ളത് നിർത്തിവെക്കേണ്ടി വന്നു. അതായത് സൗത്ത് ഭാഗത്തുകൂടി ആലപ്പുഴയിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ സർവീസിനെയാണ് അത് ബാധിക്കുകയും ചെയ്തത്. അങ്ങനെ രീതിയിൽ വലിയ പ്രയത്നങ്ങൾ വേണ്ടി വന്ന ഒരിടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുഴുവനായും തന്നെ ഈ അക്രി കട, അതിന്റെ ഒരു വലിയൊരു ഗോഡൌണാണിത്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള വലിയ ഗോഡൌണാണിത്. അത് പൂർണ്ണമായും കത്തി അമരുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ. ഏതാണ്ട് 9 ജീവനക്കാരോളം ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെയും രക്ഷിക്കുകയും ഫയർഫോഴ്സ് അവരെ ആളുകളെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഇതര സംസ്ഥാനക്കാരായ 9 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വളരെ പണിപ്പെട്ടാണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യാനടക്കം സാധിക്കുകയും ചെയ്തത്. ഇതിനുശേഷം പിന്നീട് ഇതൊരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന ശേഷമാണ് ഇപ്പോൾ പൂർണ്ണമായും ഇത് നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുകച്ചുരുളുകൾ ഇപ്പോഴും തന്നെ അവശേഷിക്കുന്നു. കൊച്ചിയും പരിസര പ്രദേശങ്ങളും ഏതാണ്ട് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് വരുമ്പോൾ പൂർണ്ണമായും ഈ പുക കൊണ്ട് മൂടിയ ഒരു സ്ഥിതിയിലേക്കെല്ലാം തന്നെ എത്തിയിരിക്കുകയും ചെയ്യുന്നു. വലിയ ഭയാനകമായ രീതിയിലാണ് തുടക്കത്തിൽ തീ പടരുകയും ചെയ്തത്. ഇതിന്റെ ഒരു കാരണങ്ങൾ സംബന്ധിയായ ഇതിനെക്കുറിച്ച് ഫയർഫോഴ്സ് അടക്കം കാരണങ്ങൾ അന്വേഷിക്കുന്നു. ഇതിൽ പ്രാഥമിക നിഗമനം സ്വാഭാവികമായും സംശയിക്കുന്ന പോലെ ഷോർട്ട് സർക്യൂട്ടോ മറ്റു കാരണങ്ങളോ അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരം ഒരു സന്ദേഹങ്ങളുണ്ട്. എന്തായാലും ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു കൊച്ചി നഗരം എന്ന് നമുക്ക് പറയാം. കാരണം ഇത്ര അടുത്തുള്ള ഒരു പ്രദേശമായിരുന്നു അതിലാണ് ഈ പരിസരത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കൊപ്പം ഈ പരിസരത്തെ കൗൺസിലർമാർ കൂടി ചേരുന്നുണ്ട്. എപ്പോഴാണ് വിവരം അറിഞ്ഞെത്തുന്നത്? 2 മണിക്കാണ് ആദ്യം കത്തുപിടിക്കാനായിട്ട് അറിഞ്ഞത്. ഇവിടുത്തെ വർക്ക്ഷോപ്പിലെ ഓണർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ വീട് ഇവിടെ തന്നെയാണ്. അപ്പോൾ അവർ രാത്രി ശബ്ദം കേട്ടിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് കത്തുപിടിച്ച് കാണുന്നത്. ഇവിടെ തൊഴിലാളികൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും തൊഴിലാളികളൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അവരെ അതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. അവരെ മാറ്റി. അതിനുശേഷം പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അവർ വന്നിട്ട് വന്നു ഒത്തിരി നന്നായിട്ട്. പ്രത്യേകിച്ച് ആക്രി സാധനങ്ങളായതെല്ലാം കത്ത് പിടിച്ചിട്ട് നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ വല്ലാത്ത സ്മെല്ലും ഉണ്ടായിരുന്നു, പുകയുണ്ടായിരുന്നുള്ളതെന്ന് അറിഞ്ഞ്. ഗതാഗതത്തെയും ബാധിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതായാലും സ്ഥിതിഗതികളെല്ലാം നോർമലായിട്ട് നിൽക്കുക. പരിസരത്തെ കൗൺസിലർമാരടക്കമുള്ളവരാണ് ഈ പ്രദേശത്ത് വലിയ ആശങ്കയിലേക്ക് കൊണ്ടുപോയ ഒരു സമയമായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. നമുക്ക് ഈ വീട്ടുകാരും എല്ലാവരും ഈ പരിസരത്തിന് ഇപ്പോഴും അതിൻ്റെ ഒരു നടുക്കത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഇവിടെയുള്ളതാണോ? വിവരം അറിഞ്ഞെത്തിയായിരുന്നു? വിവരം അറിഞ്ഞെത്തിയതോ 2 മണിയായി, 1 മണിയായി. അപ്പൊ തന്നെ എന്റെ മോനും വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്തിങ്ങോട്ട് പോകുന്നു. അപ്പൊ കുറെ കഴിഞ്ഞ വാതിൽ തുറന്നു നോക്കിയപ്പോ ബൈക്ക് കണ്ടില്ല. അപ്പൊ അവനെ വിളിച്ച് ചോദിച്ചു മോനെ എവിടെയാടാന്ന്. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ വർക്ക്ഷോപ്പിലാമ്പയെന്ന് പറഞ്ഞു. എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു TV വെച്ച് നോക്കമ്പയെന്ന് പറഞ്ഞു. അവന് ഭയങ്കര പ്രയാസമായിരുന്നു.
അങ്ങനെ ടി വി വെച്ച് നോക്കിയപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. ഇവിടെ ആയിരുന്നോ? ഇല്ല, ഞങ്ങള് മരടിലാ താമസിക്കുന്നത്. ഇത് ചിറ്റ ഇവിടെ. ഞാൻ 2 മണിയായി. 2 മണിക്ക് ഞാൻ ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ പോയപ്പം മോർണിങ്ങിന് മൊബൈൽ കണ്ട് കിടപ്പുണ്ട്. ഇന്ന് സൺഡേ അല്ലേ, അവിടെ താമസിച്ചുണ്ട്. ഞാൻ ബാത്റൂമിൽ പോയി വന്ന് കിടന്നു കഴിഞ്ഞ് ലൈറ്റ് പോയി വന്നു കഴിഞ്ഞപ്പോൾ മകൻ പറഞ്ഞു, പെട്ടെന്നൊരു ശബ്ദം കേട്ടു മകന്. അപ്പൊ ഈ വണ്ടി പോണ കാരണം ഈ വണ്ടി വല്ലതും തട്ടിയിട്ടതാണോ വെച്ചിട്ടാണ് അതിൽ നോക്കിയത്. അപ്പൊ അപ്പുറത്തുനിന്ന് തീ കാണുക. തീ ഇങ്ങനെ വേഗം എന്നെ കയ്യെ പിടിച്ചു. അമ്മ തീ പിടിച്ചു എന്നും പറഞ്ഞ് ഇതെന്നെ അവിടെ കൊണ്ട് ഇരുത്തി, ആ സൊസൈറ്റിയുടെ അവിടെ. അപ്പോഴത്തേക്ക് ആളി കത്തി. പിന്നെ അവൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അവര് നന്നായിട്ട് അവരുടെ നല്ല സഹകരണ ഇടപെടലും അതുണ്ടായി. ഭയന്നിട്ട് കയ്യും കാലൊക്കെ വിറച്ചു പോയി എന്നുള്ള, വീഴാതിരുന്ന് കൈ പിടിച്ചു മകനെ അവിടെ കൊണ്ട് ഇരുത്തി. എന്നിട്ടാണ് പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അവർ സമയോചിതമായിട്ട് അവരുടെ ഇടപെടൽ പെട്ടെന്ന് 2-3 വണ്ടി വന്നു, പെട്ടെന്ന് ഇതാക്കി. ഒരപായമൊന്നും ഉണ്ടായില്ല. ദൈവത്തിന് നന്ദി പറയുക. അതിന് രഞ്ജിത്ത്, അമ്മയുടെ വാക്കുകൾ പ്രകടമാണ്. കാരണം വലിയൊരു അപകടത്തിന്റെ മുനമ്പിൽ നിന്നാണ് അവർ രക്ഷപ്പെടുന്നത്. കാരണം തീ വല്ലാതെ പടർന്നത് നേർക്ക് കണ്ട ഇവിടെ നിന്ന് അത് ഇവിടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടവരിൽ ഒരാളാണ്. കാരണം ഈ ചുറ്റുപാടെല്ലാം തന്നെ തീ പടർന്നത് കണ്ടു. അമ്മയെ മകൻ പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ അടുത്തുള്ള തൊട്ടപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങിന്റെ വാതിക്കൽ ഇരുത്തി. പിന്നീട് ഇവിടുന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകളടക്കം എല്ലാം തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലെ ഒരു ആശ്വാസമല്ല മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം എന്ത് സംഭവിക്കും, വലിയ രീതിയിലേക്ക് അഗ്നി പടരുന്ന ഒരവസ്ഥയെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരം സ്ഥിതികളെല്ലാം തന്നെ ഇപ്പോൾ ശാന്തമായിരിക്കുന്നു. ചുറ്റുപാടുമുള്ള ഈ പ്രദേശത്ത് നമ്മളിപ്പോൾ ഈ സൗത്ത് റെയിൽവേ പാലം അതിന് കീഴിലുള്ള ഇടമാണിത്. വലിയ രീതിയിൽ ഈ പ്രദേശത്ത് മുഴുവനായിട്ട്, അതായത് എറണാകുളം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഈ ആക്രി വ്യാപാരമെല്ലാം തന്നെ നടക്കുന്ന ഒരു ഇടമാണ്. എല്ലാവരും ഇവിടേക്ക് ഇത്തരമൊരു സംഭരണ കേന്ദ്രം ഇത്രയും വലുത് എറണാകുളത്ത് ഉണ്ടോ എന്നൊരു സംശയിക്കണം. കാരണം അതേപോലെയാണ് ഇവിടുത്തെ ഒരു കേന്ദ്രമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഗ്നിബാധ ഉണ്ടായതുകൊണ്ട് വളരെ പെട്ടെന്ന് തീ പടരുന്നൊരു സ്ഥിതിയിലേക്കെല്ലാം പോയത് ഇത്ര കണ്ട ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ സംഭരിച്ച് നിർത്തിയത് കൊണ്ടായിരുന്നു. വലിയ തീ പടർന്നു. കാരണം ഇത് എറണാകുളം നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരിടമാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗം. അതോടൊപ്പം തന്നെ നിരവധി ഇലക്ട്രിക് ലൈനുകളടക്കം കടന്നു പോകുന്നു. തൊട്ടടുത്ത ചെറുതും വലുതുമായ ലോഡ്ജുകൾ അടക്കമുണ്ട്. നിരവധി താമസക്കാരുണ്ട്. അങ്ങനെ ജനവാസം ഒരുപാട് ഉള്ള ഒരു മേഖലയാണ്. വളരെ പെട്ടെന്ന് പോലീസും ഫയർഫോഴ്സും ഇടപെട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു എന്നതാണ്. നിരവധി യാത്രക്കാരെയും അടക്കം ഈ പരിസരത്തുകൂടെ കടന്നു പോകുന്ന റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. ഒപ്പം തന്നെ റെയിൽ ഗതാഗതം അതനുസരിച്ച് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഏതാണ്ട് 2 മണിക്കൂറിലധികം ട്രെയിൻ ഗതാഗതം അതിൽ തടസ്സപ്പെട്ടു എന്ന് വെച്ചാൽ സുരക്ഷയുടെ ഭാഗമായി നിർത്തിയിടേണ്ടി വന്നു. ഒപ്പം തന്നെയും തൊട്ടടുത്ത വീടുകളിൽ എല്ലാവരെയും തന്നെയും ഇവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. തൊട്ടടുത്ത വീടുകളിൽ ലോഡ്ജിലുള്ളവരെയും തന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് സുരക്ഷയുടെ ഭാഗമായിട്ട് ഒഴിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഏതായാലും പങ്കുവച്ചതായാലും വലിയ തീപിടുത്തമാണ് കൊച്ചിയിൽ സംഭവിച്ചത്. 2 സ്ഥലത്ത് 1 മണിക്കൂർ ഗ്യാപ്പിൽ 2 സ്ഥലത്ത് തീ വലുതായി പടർന്നു പിടിക്കുന്നു. പോലീസും ഫയർഫോഴ്സും സമയോചിതമായി ഇടപെടുന്നു. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നു. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫിൻചാൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി. ചെന്നൈ, പുതുച്ചേരി, ആന്ധ്ര തീരങ്ങളിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പുണ്ട്. മറ്റ് ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. 4 മരണം റിപ്പോർട്ട് ചെയ്തു. സുവി വിശ്വാസൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സുവി, എന്താണിപ്പോൾ തമിഴ്നാട്ടിലെ അവസ്ഥ? ഏതാണ്ട് 4-5 ജില്ലകളിൽ ശക്തമായ മഴയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്കുള്ള സാഹചര്യമുണ്ടോ? ഇത് അതിതീവ്ര ന്യൂനമർദ്ദമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഘാതം എത്രത്തോളമായിരിക്കും?
രഞ്ജിത്ത്, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ഒരു ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. പുതുച്ചേരിക്കും ചെന്നൈക്കും ഇടയിലാണ് തീരം തൊട്ടത്. പുതുച്ചേരിയും മഹാബലിപുരത്തിനും ഇടയിലാണ് തീരം തൊട്ടത്. അതിനുശേഷം അത് അതിതീവ്ര ന്യൂനമർദ്ദമായി. ഇപ്പോൾ ചെന്നൈയുടെ പടിഞ്ഞാറ് തീരം കേന്ദ്രീകരിച്ച് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിലാണ് ഈ ഒരു കാറ്റ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലെല്ലാം കനത്ത മഴയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏറ്റവും കനത്ത മഴ നടക്കുന്നത് പുതുച്ചേരിയിലാണ്. പുതുച്ചേരിയുടെ ഭാഗങ്ങളിൽ ചുവപ്പ് കളർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പുതുച്ചേരി, അതുപോലെ കടലൂർ, വീഴുപുരം, ഈ ചെന്നൈയുടെ സമീപ പ്രദേശങ്ങളായ കടലൂർ, വീഴുപുരം ജില്ലകളിൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വില്ലുപുരം, കല്ലാക്കുറിച്ചി, കടലൂർ ജില്ലകളിൽ റെഡ് അലേർട്ടും വെച്ചിട്ടുണ്ട്. ഏതായാലും 13 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 4 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വില്ലുപുരം, കല്ലാക്കുറിച്ചി, കടലൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ദിശ, കാറ്റിൻ്റെ ഒരു ദിശ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വെള്ളക്കെട്ട് തുടരുകയാണ്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. കടൽക്ഷോഭവും ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. ആളുകളെല്ലാം തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കിയിരുന്നു. 2000-ലധികം സുരക്ഷാ സേനയെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് പോകുന്നവരോട് അത് പോകരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൻ്റെ ഒരു ആഘാതം, ഈ ഒരു ആഘാതത്തിൽ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വൈദ്യുതാഘാതമേറ്റാണ് 4 മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചെന്നൈയുടെയും ചെന്നൈ, പുതുച്ചേരി, ആന്ധ്ര തീരങ്ങളിൽ ഒരു മിന്നൽ പ്രളയത്തിനുള്ള സാധ്യതയും IMD പ്രവചിക്കുന്നുണ്ട്. അത് സാധ്യത തള്ളിക്കളയുന്നില്ല. അതിനുള്ളൊരു സാധ്യതയുണ്ട്. അത്രയും കനത്ത മഴയാണ്, 22 സെന്റിമീറ്ററൊക്കെ നീളമുള്ള മഴയാണ് ലഭിക്കുന്നത്. ഈ ചുഴലിക്കാറ്റ്, അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയ ചുഴലിക്കാറ്റ് ഇനി ചെന്നൈയുടെ തീരത്ത് നിന്ന് പതുക്കെ നെല്ലൂര്, തിരുപ്പതി ഭാഗത്തേക്ക് പോകും എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, സുവിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി ശബരിമല വിശേഷങ്ങളിലേക്ക് പോകണം. ശരണമന്ത്ര മുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. ഇന്നലെ നടയടയ്ക്കും വരെ 73,946 തീർത്ഥാടകർ 18-ാം പടി കയറി. രാവിലെ 9 മണി വരെ 26,036 തീർത്ഥാടകർ സന്നിധാനത്തെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണക്ക്. തമിഴ്നാട്ടിലെയും ആന്ധ്രയുടെ വിവിധ ഭാഗങ്ങളിലെയും കനത്ത മഴ തീർത്ഥാടകരുടെ വരവിനെ ബാധിച്ചിട്ടുണ്ട്. വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയവർ യഥാസമയം എത്താൻ ശ്രമിക്കണമെന്ന് ADGP S. ശ്രീജിത്ത് പറഞ്ഞു. ഇപ്പോൾ 2 കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർ കൃത്യസമയം പാലിക്കാതെയാണ് പലപ്പോഴും വെർച്വൽ ക്യൂ പാസ് എടുത്തിട്ട് വരുന്നത്. അത് ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾ മാനേജ് ചെയ്തു. പക്ഷേ ഇനി അത് തുറന്നങ്ങനെ ഒരുപാട് അനുവദിക്കാൻ ബുദ്ധിമുട്ട് വരും. അതായത് അവർ ഈ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് വെർച്വൽ ക്യൂ പാസ് എടുക്കുകയും ഏതെങ്കിലും ഒരു ദിവസം വരികയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർ അഥവാ അങ്ങനെ വരേണ്ടി വന്നാൽ അവർ ഇവിടുത്തെ ഷെഡ്യൂൾഡായിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്കൊഴിയുന്നവരെ അവർ നിലയ്ക്കൽ കാത്തു നിൽക്കേണ്ടി, നിലയ്ക്കലോ എരുമേലിയിലോ ഒരു വെയിറ്റ് ചെയ്യേണ്ടി വരും. സ്പോട്ട് ബുക്കിംഗ് നടത്താൻ വേണ്ടി വരുന്ന ആൾക്കാർ നമ്മൾ ഹൈക്കോടതി 10,000 പേരുടെ സ്പോട്ട് ബുക്കിംഗ് ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന സ്പോട്ട് ബുക്കിംഗുകാർ അവർ ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടുത്തെ തിരക്കൊഴിയുന്നത് വരെ 10,000 ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്ന ലിമിറ്റ്. അപ്പോൾ ആ 10,000-ൽ കൂടുതൽ വന്നാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് വരുന്നവർ നേരത്തെ ബുക്ക് ചെയ്ത് വരണമെന്നാണ് നമ്മുടെ ആവശ്യം, ആഗ്രഹം അത് തന്നെയാണ്. CB അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുക. അനുമോദ്, ADGP പറഞ്ഞു വെക്കുന്ന ഇതാണ്, ഈ സ്പോട്ട് ബുക്കിംഗ് കാർക്ക് നിയന്ത്രണമുണ്ട്, ഒപ്പം മറ്റ് ബുക്കിംഗ് ചെയ്തിരിക്കുന്നവർ സമയത്തെത്തണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമുണ്ട്. തിരക്ക് കാര്യമായി കുറയുന്നില്ല എന്നുള്ളതല്ലേ? കൂടുതൽ ആളുകളെ ഇനിയും പ്രതീക്ഷിക്കുന്നു പോലീസ് എന്നുള്ളതല്ലേ? രഞ്ജിത്ത്, ഇപ്പോഴുണ്ടായ പ്രധാനപ്പെട്ട സംഭവവികാസം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് അത് ഈ കനത്ത മഴയും ചുഴലി കൊടുങ്കാറ്റും കാരണം തടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ വരുമെന്ന് കരുതിയ ആളുകൾ ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും, അടുത്ത ദിവസങ്ങളിലായിരിക്കും വരാൻ സാധ്യത. പക്ഷേ അങ്ങനെ വരുന്നവർ ആണെങ്കിലും ഇവിടുത്തെ സമയക്രമം അനുസരിച്ച് മാത്രമേ ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. കാരണം നേരത്തെ ബുക്ക് ചെയ്ത ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാത്രമേ അവരെ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ദർശനം ഉറപ്പാക്കും. പക്ഷേ നിലയ്ക്കലോ പമ്പയിലോ ഈ സമയക്രമം പാലിക്കാതെ വരുന്ന
തീർത്ഥാടകർ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് ADGP വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലെ കാലാവസ്ഥ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. കനത്ത മഴ പെയ്യുന്നുണ്ട്, ഇടവിട്ടാണെങ്കിലും മഴ പെയ്യുന്നുണ്ട്, വലിയ കോടമഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ ഇന്നത്തെ വരവിനെ അത് ബാധിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ 4000-നും 5000-നും ഇടയ്ക്ക് തീർത്ഥാടകരാണ് മണിക്കൂറിൽ സന്നിധാനത്തേക്ക് വരുന്നതെങ്കിൽ ഇന്ന് 2500-ൽ താഴെ മാത്രമാണ് മണിക്കൂറിൽ 18-ാം പടി കയറുന്ന തീർത്ഥാടകരുടെ എണ്ണം. അത് പമ്പയിലാണെങ്കിലും തീർത്ഥാടകരുടെ വരവും കുറഞ്ഞിട്ടുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ മഴ കാരണം പ്രതീക്ഷിച്ച വേഗത്തിൽ പലർക്കും എത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഈ കാലാവസ്ഥ തീർത്ഥാടനത്തിന് ഇന്നത്തെ ദിവസം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം തീർത്തിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവിനെയും ഈ കാലാവസ്ഥയിലെ മാറ്റം ബാധിച്ചിട്ടുണ്ട്. അവരുടെ സന്ദർശനം, അവരുടെ തീർത്ഥാടനം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷിച്ചതിലും അധികം തീർത്ഥാടകരുടെ എത്തിച്ചേരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് പോലീസ്. അത് കണക്കാക്കിയുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇനി ഇവിടെ ഉണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ ശബരിമല സന്നിധാനത്തെ തിരക്ക് വളരെ കുറവാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓവർബ്രിഡ്ജൊക്കെ ഇപ്പോൾ ഏകദേശം കാലിയായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം. മഴ തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും തീർത്ഥാടകരെ ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നം. എന്നാണെങ്കിലും ഇന്നത്തെ തിരക്ക് കുറവ് വരും ദിവസങ്ങളിൽ വലിയ തിരക്കിന് വഴിയൊരുക്കുമെന്ന നിഗമനമാണ്, വിലയിരുത്തലാണ് ദേവസ്വം ബോർഡിനും പോലീസിനുമൊക്കെ ഉള്ളത്. CV അനുമോദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഒട്ടേറെ ഐതിഹ്യങ്ങളും വിശ്വാസവുമുണ്ട് സന്നിധാനത്തെ മണിമണ്ഡപത്തെക്കുറിച്ച്. ഇത് അയ്യപ്പൻ്റെ ജീവസമാധിയല്ലെന്നാണ് തന്ത്രി കണ്ഠരര് രാജീവർ പറയുന്നത്. അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ശരിയല്ലെന്നും അദ്ദേഹം ന്യൂസ് 18 പറഞ്ഞു. ശബരിമല സന്നിധാനത്ത് മാളികപ്പുറത്തിന് പിറകിലായിട്ടാണ് മണിമണ്ഡപമുള്ളത്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് മണിമണ്ഡപം. എന്താണ് മണിമണ്ഡപത്തിന്റെ പ്രാധാന്യം? ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ തന്നെ മണിമണ്ഡപത്തെക്കുറിച്ച് നമ്മോട് ഇപ്രകാരം പറയുന്നു. മണിമണ്ഡപത്തെക്കുറിച്ച് ഒരുപാട് തെറ്റായ കഥകൾ പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ദോഷകരമായ കാര്യം എന്ന് വെച്ചാൽ വരുന്നവരൊക്കെ ഓരോ കഥകളങ്ങ് മെനഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളത് വളരെ ദോഷകരമായ കാര്യമാണിത്. ഭസ്മാഭിഷിക്തമായി കിടക്കുന്ന സദാ കെടാവിളക്കരിയുന്ന മണിമണ്ഡപം അയ്യപ്പന്റെ ജീവസമാധിയാണെന്ന പ്രചാരണം ശക്തമാണ്. എന്നാൽ അങ്ങനെയല്ലെന്നാണ് തന്ത്രി പറയുന്നത്. അതൊരു മണിമണ്ഡപമാണ്. ആദ്യം അയ്യപ്പൻ ഇവിടെ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം വന്നിരുന്ന ഒരു സ്ഥലം, വിശ്രമിച്ചൊരു സ്ഥലം. അതിനുശേഷമാണ് ശബരിമലയിൽ വന്ന് ശാസ്താവിഗ്രഹത്തിലോട്ട് വിലയം പ്രാപിച്ചത്. അതിനു മുമ്പ് വന്ന് ഇരുന്നു എന്നുള്ള ഒരു പ്രാധാന്യം മാത്രമേ ഉള്ളൂ. അതല്ലാതെ അത് സമാധി മണ്ഡപമല്ല, ജീവസമാധിയല്ല, യാതൊന്നുമല്ല. മകരവിളക്കിന് ശേഷം ശബരിമലയിലെ പ്രധാന ചടങ്ങുകളെല്ലാം നടക്കുന്നത് മണിമണ്ഡപം കേന്ദ്രീകരിച്ചാണ്. മകരം 1 മുതൽ 5 വരെ കളമ്പാട്ട് ഇവിടെ നടക്കും. അതിനുശേഷമാണ് എഴുന്നള്ളത്തും ഗുരുതിപൂജയുമെല്ലാം. മകരവിളക്ക് കാലത്ത് കളമെഴുത്തും പാട്ട് നടത്തും. പലരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് പലരും സമാധി മണ്ഡപമാണെന്ന്. അത് ഒരിക്കലും ഒരു സമാധി മണ്ഡപമല്ല. കളമെഴുത്ത് പാട്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള ശാസ്താസങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് കളമെഴുത്ത് പാട്ട്. അത് മകരവിളക്ക് തൊട്ട് 5 ദിവസം ഉണ്ടായിരിക്കും. ശബരിമലയുടെ ഐതിഹ്യം ഇവിടെ ചെമ്പ് തകിടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. പന്തളം രാജാവും രാജ്ഞിയും കുഞ്ഞിന് ഉണ്ടാകാൻ വേണ്ടി ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ആദ്യത്തെ തകിടിൽ ഉള്ളത്. പിന്നീട് ഈ മണ്ഡപത്തിനെ വലം വയ്ക്കുമ്പോൾ നമുക്ക് തുടർന്നുള്ള രൂപങ്ങൾ കാണാം. ഇവിടെ മോഹിനി സുതനായി ശിവന്റെയും മോഹിനിയുടെയും പുത്രനായി അയ്യപ്പൻ പിറവി കൊള്ളുന്നതിൻ്റെ ചിത്രം. അതിനുശേഷം പന്തളം രാജാവിന് അയ്യപ്പൻ ലഭിക്കുന്നതിൻ്റെ, മണികണ്ഠനെ ലഭിച്ചതിൻ്റെ ചിത്രം അതിവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. തുടർന്ന് നമ്മൾ വലം വയ്ക്കുമ്പോൾ മറുവശത്താണ് മണികണ്ഠൻ ശസ്ത്രവിദ്യ അഭ്യസിക്കുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാനാവുക. തൊട്ടടുത്തതായിട്ട് പന്തളം രാജ്ഞിക്ക് കലശലായ തലവേദന ഉണ്ടാവുകയും തുടർന്ന് പുലിപ്പാൽ കൊണ്ടുവരണമെന്ന് മന്ത്രി കൊട്ടാരം വൈദ്യരെ കൊണ്ട് പറയിപ്പിക്കുന്നതിൻ്റെയും ആ ഐതിഹ്യത്തിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ കാണാനാവുക. അതിനുശേഷം ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് മഹിഷിയെ ഒന്ന് മോക്ഷം നൽകിയ അയ്യപ്പൻ്റെ ആ രൂപമാണ്.
തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് പുലിപ്പാലുമായി രാജകൊട്ടാരത്തിലെത്തിയ അയ്യപ്പൻ്റെ ആ കഥയുടെ അല്ലെങ്കിൽ ആ ഐതിഹ്യത്തിൻ്റെ ചിത്രീകരണം ഇവിടെ കാണാം. തുടർന്ന് ഏറ്റവും അവസാനമായി നമ്മൾ വലം വെച്ച് ഇവിടെ മുൻഭാഗത്തേക്ക് എത്തുമ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹം, അതായത് നമ്മുടെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപത്തിലുള്ള അയ്യപ്പ വിഗ്രഹവും അല്ലെങ്കിൽ അതിൻ്റെ രൂപവും നമുക്കിവിടെ കാണാൻ കഴിയും. ഇങ്ങനെയാണ് ഈ മണിമണ്ഡപത്തിന് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട കാഴ്ചകൾ. ശബരിമലയുടെ ഐതിഹ്യത്തെക്കുറിച്ചും മിത്തുകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് പ്രചരണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായി സ്വീകരിക്കപ്പെടേണ്ടത് തന്ത്രി പറയുന്നത് തന്നെയാണ്. അതുകൊണ്ട് മണിമണ്ഡപത്തെക്കുറിച്ച് തന്ത്രി പറഞ്ഞത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് സ്വീകരിക്കാം. ഷിജു ചോപ്രയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. പുതുക്കിപ്പണിത അബുദാബി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ കൂദാശ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയുടെ മുഖ്യകാർമ്മികത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു. കൊടിമര കൂദാശയ്ക്കും കൊടിയേറ്റിനും ശേഷം ചാപ്പലിൽ നിന്നും ഘോഷയാത്രയായി പുതിയ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചാണ് സന്ധ്യാ നമസ്കാരവും ദേവാലയ കൂദാശയുടെ ഒന്നാം ഘട്ടവും നടത്തിയത്. തുടർന്ന് വിശുദ്ധ ദേവാലയ കൂദാശയുടെ 2ഉം 3ഉം ഘട്ടങ്ങളും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനോടുകൂടി കൂദാശ കർമ്മങ്ങൾ പൂർത്തിയാക്കി. ചടങ്ങിൽ കത്തീഡ്രലിനെ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായി പരിശുദ്ധ കാത്തോലിക്ക ബാവ പ്രഖ്യാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ UAE ടോളറൻസ് ആൻഡ് മിനിസ്റ്റർ ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ, DCD ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഗീർ ഖമീസ് അൽ ഖൈലി, ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ MA യൂസഫ് അലി, UAE പൗരനും അൽ ഐൻ ഗവർണറുടെ ഓഫീസിലെ മെഡിക്കൽ അഡ്വൈസറുമായ ഡോക്ടർ ജോർജ് മാത്യു എന്നിവർ പങ്കെടുത്തു. വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ. വിശ്വാസികളും സ്നേഹിക്കുവാനും അടുപ്പം പുലർത്തുവാനും മാനസികമായി നമ്മൾ ഒന്നിക്കുവാനുള്ള അനുഗ്രഹം ദൈവം പ്രദാനം ചെയ്യട്ടെ. വളരെ മികച്ച രീതിയിൽ അബുദാബിയിൽ ദേവാലയം പടുത്തുയർത്തിയ ഓർത്തഡോക്സ് കത്തീഡ്രൽ കമ്മ്യൂണിറ്റിയെ ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ അഭിനന്ദിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത കൂദാശയും പൊതുസമ്മേളനവും കുടുംബസംഗമത്തോടെ സമാപിച്ചു. ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ ഗീവർഗീസ് മാത്യു, അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു ജോൺ, ട്രസ്റ്റി ഗീവർഗീസ് ഫിലിപ്പ്, സെക്രട്ടറി I തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കൂദാശ കമ്മിറ്റി നേതൃത്വം നൽകി. ന്യൂസ് 18 അബുദാബി. എറണാകുളത്ത് ആത്മഹത്യ ചെയ്ത ട്രാക്കോ കേബിൾ ജീവനക്കാരൻ P ഉണ്ണിയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. കാക്കനാട് അത്താണിയിലുള്ള പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ വീട്ടിലെത്തിക്കും. പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോയിൽ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണ് ഉണ്ണിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് സഹപ്രവർത്തകരുടെ ആരോപണം. ഉണ്ണിയുടെ ആത്മഹത്യയെ തുടർന്ന് സർക്കാരിനും മാനേജ്മെന്റിനും എതിരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ട്രാക്കോ കേബിൾ ജീവനക്കാർ. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിന് തുടർച്ചയായ 5ാം മാസവും വില കൂട്ടി. 19 കിലോഗ്രാം സിലിണ്ടറിന് 16 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ 5 മാസത്തിനിടെ വർദ്ധിപ്പിച്ചത് 173 രൂപ 50 പൈസയാണ്. 1827 രൂപയാണ് സംസ്ഥാനത്ത് പുതുക്കിയ സിലിണ്ടർ വില. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡല പര്യടനം തുടരുന്നു. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണ പരിപാടികളിലാണ് പ്രിയങ്ക പങ്കെടുക്കുക. പര്യടനം പൂർത്തിയാക്കി പ്രിയങ്ക വൈകിട്ട് ഡൽഹിയിലേക്ക് മടങ്ങും. MS അനീഷ് കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. അനീഷ്, ഇന്നലെ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു, വലിയ ആവേശമുണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക്. ഇന്നൊരു ദിവസം കൂടിയേ ഉള്ളൂവെങ്കിലും പരമാവധി അത് ആവേശഭരിതരമാക്കാനുള്ള ഒരുക്കത്തിലാണ് നേതാക്കന്മാർ. തീർച്ചയായും വലിയ ആവേശമായിരുന്നു ഇന്നലെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണ പരിപാടികളിൽ ഉണ്ടായിരുന്നത്. നേരത്തെ പ്രിയങ്ക വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തിയപ്പോഴും പിന്നീട് അവർ പ്രചാരണത്തിലെത്തിയപ്പോഴും ഒക്കെ കണ്ട അതേ ആവേശം ജനങ്ങളിൽ ദൃശ്യമാവുകയും ചെയ്തു. എന്തായാലും ജനക്കൂട്ടത്തെ പൂർണ്ണമായും കയ്യിലെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. തന്റെ സഹോദരന് നൽകിയ സ്നേഹം അതേ രീതിയിൽ തനിക്കും നൽകിയിരിക്കുന്നു. ആ ഉത്തരവാദിത്വം താൻ പൂർണ്ണമായി നിർവഹിക്കുമെന്ന് പ്രിയങ്ക പറയുന്നു. ഒപ്പം വയനാട് മണ്ഡലത്തിന്റെ ഒപ്പം
കേരളത്തിന് തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ കാലത്തും താൻ ഒപ്പമുണ്ടാവും. തന്റെ ഓഫീസിന്റെയും വീടിന്റെയും വാതിലുകൾ എപ്പോഴും ജനങ്ങൾക്കായി തുറന്നിടും. തന്നെ കണ്ട് വയനാട്ടിലെ ജനങ്ങൾ മടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും അവർ പറഞ്ഞിരിക്കുന്നു. ഇന്നെന്തായാലും രാവിലെ 10:30 മാനന്തവാടിയിലാണ് ആദ്യ പരിപാടി. അതിനുശേഷം 12:15 സുൽത്താൻ ബത്തേരിയിലും 1:30 കൽപ്പറ്റയിലെയും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. ഇന്നലെ വണ്ടൂർ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ ജനാവലിയാണ് അവരെ സ്വീകരിക്കാനായി എത്തിയത്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരുടെ വലിയ നിര നമുക്ക് ഈ സ്വീകരണ യോഗങ്ങളിൽ ദൃശ്യമായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഒരുപടി കടന്ന സ്വീകരണമായിരിക്കും ഇന്ന് ഈ സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും മാനന്തവാടിയിലും ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും വയനാടുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ചൂരൽമല ദുരന്തത്തിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമെതിരായ പ്രതിഷേധം ഘടിപ്പിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു. ഇന്നലെ തന്നെ വയനാട് നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിന് നേരെ പോലീസ് ലാത്തിച്ചാർജ് ഉണ്ടായിരുന്നു. ഇതിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ പരാമർശിക്കുകയും സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങൾ കുറച്ചുകൂടി പ്രിയങ്ക ഗാന്ധി കടുപ്പിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്. ശരി, MS സുനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേള. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നെൽകർഷകർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ ഉൾപ്പെടെ 84 ലക്ഷം രൂപയാണ് ജില്ലയിലെ കർഷകർക്ക് നെല്ല് സംഭരിച്ച ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത്. പമ്പിംഗ് സബ്സിഡി ഇനത്തിലും കോടികൾ ലഭിക്കാനുണ്ട്. 2020-21 കാലയളവ് മുതൽ കേന്ദ്ര സർക്കാർ താങ്ങുവിലയിൽ വർദ്ധിപ്പിച്ച തുക ഉൾപ്പെടെ നൽകണമെന്നും കർഷകർ ആവശ്യമുന്നയിക്കും. ആലപ്പുഴ ജില്ലയിലെ 184 കർഷകർക്കായി നെല്ല് സംഭരിച്ച ഇനത്തിൽ 83 ലക്ഷം രൂപയാണ് നൽകാനുള്ളത്. ഈ വർഷത്തെ രണ്ടാം കൃഷിയുടെ നെല്ല് സംഭരണം 85% പൂർത്തിയായെങ്കിലും നാളിതുവരെ നെല്ലിന്റെ വില പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും കർഷകർ പറയുന്നു. പമ്പിംഗ് സബ്സിഡി ഇനത്തിൽ 3 വർഷമായി കുടിശ്ശിക 32 കോടിയോളമാണ്. കർഷകരോട് സർക്കാർ കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്ന് സമരക്കാർ പറയുന്നു. ഞങ്ങൾ നെൽകർഷക സംരക്ഷണ സമിതി രൂപീകൃതമാകുന്ന 1.5 വർഷങ്ങൾക്ക് മുമ്പ് അന്നു മുതൽ 60ഓളം സമരങ്ങൾ ഞങ്ങൾ എടുത്തു. അതുകൂടാതെ 140 MLA-മാർക്കും ഞങ്ങളുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയെപ്പറ്റി നിവേദനങ്ങൾ നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടുള്ള സമര പരിപാടികൾ ഓരോന്നും നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഫലം കാണാത്തതുകൊണ്ടാണ് നിരാഹാര സമരം ഞങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതും അനിശ്ചിതകാല നിരാഹാര സമരമാണ്. ഇതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതോടുകൂടി സർക്കാർ ഞങ്ങളോടുള്ള അവഗണനയ്ക്കെതിരായ കണ്ണു തുറക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില ഇനത്തിൽ കഴിഞ്ഞ 4 വർഷമായി വർദ്ധിപ്പിച്ച തുക സംസ്ഥാന സർക്കാർ നൽകുന്നില്ലെന്നും പരാതിയുണ്ട്. 500 കോടി രൂപയിലധികം വരുവിത്. ആലപ്പുഴയിൽ നിന്ന് തുടങ്ങിയ സമരം സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുമെന്നും സമരസമിതി പ്രഖ്യാപിക്കുന്നു. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐക്യദാർഢ്യ ജ്വാല തെളിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിശക്തമായ പ്രതിഷേധ സംഗമം നടത്താൻ നമ്മുടെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഐക്യദാർഢ്യ സംഗമം അതുകൊണ്ടും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ നെൽകർഷക ബന്ദ് പ്രഖ്യാപിക്കുവാനാണ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഈ പ്രശ്നങ്ങൾക്ക്, അതായത് കർഷകരെ മുന്നോട്ട് വരികയും ന്യായമായ അവകാശങ്ങൾ നേടുന്നതുവരെ അതിശക്തമായും ഈ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നെൽകർഷക സംരക്ഷണ തീരുമാനിച്ചിട്ടുള്ളത്. വേലിയേറ്റം തടയാൻ തണ്ണീർമുക്കം ബണ്ട് റെഗുലേറ്റ് ചെയ്യുക, സംഭരണത്തിന്റെ ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ ഏറ്റെടുക്കുക, മടവീഴ്ചയ്ക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും നെൽകർഷക സമിതി ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട് തൃത്താല തിരുമിറ്റക്കോട് വ്യാപകമായി നെൽവയൽ മണ്ണിട്ട് നികത്തുന്നതായി പരാതി. ഇരുമ്പുകശ്ശേരിയിൽ നെൽകൃഷി ഇറക്കുന്ന പാടം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തി കമ്പിവേലി കെട്ടിയതായാണ് പരാതി. സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ഇരുമ്പകശ്ശേരിയിൽ കാലങ്ങളായി നെൽകൃഷി ചെയ്തിരുന്ന പാടമാണ് മണ്ണിട്ട് നികത്തി കമ്പിവേലി സ്ഥാപിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കർഷകർ എഴുമങ്ങാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പരാതി നൽകി. എന്നാൽ അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആക്ഷേപം. പ്രതിഷേധം ശക്തമായതോടെ ഒറ്റപ്പാലം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം റവന്യൂ സംഘമെത്തി പരിശോധിച്ചു. തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സ്റ്റോപ്പ് മെമ്മോ നൽകി. അനധികൃത നികത്തലിൽ കർശന നടപടിയാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. എന്റെ ചെറുപ്പം മുതൽ 10-70 വർഷം മുമ്പ് ഉള്ള കാലം മുതലേ കരിങ്കര എന്ന് പറയുന്ന കുട്ടാടൻ നെല്ല് എടുക്കുന്ന സ്ഥലമാണ്. അതിൽ മകരം വരെ വെള്ളം നിൽക്കും. ഇവിടുത്തെ ജനങ്ങളുടെ വെള്ളം അതിലാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 4 പുറമുള്ള
ആ വെള്ളം കൂടി മറ്റും ഇവരിത് തൂർത്ത് കഴിഞ്ഞാൽ ഇവർ തൂർത്ത് ഉയർത്തിയാൽ അതുകൊണ്ട് ഇത് അതിൽ കമ്പി വയൽ കെട്ടിയിട്ടുണ്ട്, മണ്ണിട്ടിട്ടുണ്ട്. അത് രണ്ടും തീക്ക് തരണം. ഇതിന് മേലെ അതിൽ മണ്ണിടാൻ ഏകദേശം എത്ര സെന്റ് 50 സെന്റോളം ഒരു തലക്കുന്ന ഒരു തല വരെ 3 മീറ്റർ 4 മീറ്റർ വെച്ചിട്ട് ഒരു തലക്കുന്ന ഒരു തല വരെ ഉണ്ട്. കല്യാണ മണ്ഡപത്തിന്റെ പാർക്കിംഗിനെന്ന പേരിലാണ് പാടം നികത്തിയതെന്നാണ് കണ്ടെത്തൽ. 2 മീറ്റർ ഉയരത്തിലാണ് നികത്തൽ. കൃഷിക്ക് അനുയോജ്യമായ പാടം പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരത്ത് ആൺ സുഹൃത്തിന്റെ വീട്ടിൽ കടന്നുകയറി ഭർത്തൃമതിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. മുട്ടത്തറ കല്ലുമൂട് സ്വദേശി 38-കാരിയായ കെ സിന്ധുവാണ് മരിച്ചത്. മുട്ടത്തറ SN നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന അരുൺ വി നായരുടെ വീട്ടിലെത്തിയായിരുന്നു ആത്മഹത്യ. അരുൺ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിലുള്ള വിരോധമാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ അരുണിന്റെ വീട്ടിലെത്തിയ യുവതി കിടപ്പുമുറിയിലേക്ക് തള്ളിക്കയറി. തടയാൻ ശ്രമിച്ച അരുണിന്റെ വലിയമ്മയെ തള്ളി താഴെയിട്ടു. തുടർന്ന് മുറിക്കുള്ളിൽ കയറി കതകടച്ച് കുറ്റിയിട്ടു. വൃദ്ധ ബഹളം വെച്ചെങ്കിലും മുറി തുറന്നില്ല. നാട്ടുകാരും പൂന്തുറ പോലീസും സ്ഥലത്തെത്തി മുറി ചവിട്ടി തുറന്നപ്പോൾ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സിന്ധുവിനെ കണ്ടത്. അവിവാഹിതനായ അരുൺ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ നീക്കം നടത്തുന്ന വിവരം സിന്ധു അറിഞ്ഞിരുന്നു. ഇതിന്റെ പ്രകോപനത്തിലാണ് വീട്ടിൽ കടന്നുകയറി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന സിന്ധുവും അരുണും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് കണ്ടുമുട്ടിയതോടെയാണ് സൗഹൃദത്തിലായത്. അരുണിനായി യുവതി പലരിൽ നിന്നും കടം വാങ്ങി പണം നൽകിയിരുന്നതായും പറയുന്നുണ്ട്. അരുണിന്റെ വിവാഹകാര്യത്തെ ചൊല്ലി വ്യാഴാഴ്ച രാത്രിയും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. കാറിൽ വരികയായിരുന്ന അരുണിനെ തടഞ്ഞു നിർത്തിയ യുവതി ബലമായി കാറിനുള്ളിൽ കയറിയ ശേഷം സീറ്റുകൾ കത്തികൊണ്ട് കുത്തിക്കേറി. തടയാൻ ശ്രമിച്ച അരുണിന് ഇടതു കൈയിൽ കുത്തേൽക്കുകയും അടിപിടിക്കിടെ യുവതിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അടുത്ത ദിവസമാണ് ആത്മഹത്യ. അരുണിനെ പൂന്തുറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. സംഭവത്തിൽ യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. നിലവിൽ ആത്മഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്താനായിട്ടില്ല. ഫോറൻസിക്, വിരലടയാള ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സിന്ധുവിന് ഭർത്താവും 2 മക്കളുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കണ്ണൂർ വളപട്ടണം പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവ് കൊല്ലപ്പെട്ടതെന്ന് ബന്ധുക്കൾ. KSCB താൽക്കാലിക മീറ്റർ റീഡറായിരുന്ന ജോബിഷ് ജോർജാണ് കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 23-നാണ് പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കേസിന്റെ തുടക്കം മുതൽ പോലീസ് കാണിക്കുന്ന നിസ്സംഗത സംശയം ബലപ്പെടുത്തുകയാണെന്നും ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ ഒക്ടോബർ 19-ന് കാണാതായ ചന്ദനക്കാംപാറയിലെ ജോബിഷ് ജോർജിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചാണ് ബന്ധുക്കൾ രംഗത്തു വന്നത്. KSCB ഇരിട്ടി സെക്ഷനിൽ താൽക്കാലിക മീറ്റർ റീഡറായിരുന്നു ജോബിഷ്. വയറിംഗ് ജോലിയും ചെയ്യാറുണ്ടായിരുന്നു. വായ്പയെടുത്ത കണ്ണൂരിലെ ബാങ്ക് ഏജന്റിനെ കാണാൻ പോകുകയാണെന്ന് പറഞ്ഞാണ് ജോബിഷ് വീട്ടിൽ നിന്ന് പോയത്. വൈകിട്ട് ബന്ധു വിളിച്ചപ്പോഴും കണ്ണൂരിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് ഫോണിൽ കിട്ടാതായതോടെ പിറ്റേന്ന് പയ്യാവൂർ പോലീസിൽ പരാതി നൽകി. 23-ന് വളപട്ടണം പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ജോബിഷിന്റെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പിതാവ് ജോർജ് വർഗീസും ബന്ധുക്കളായ ജോസ്, മോളി വിൽസൺ, ഡോളി എന്നിവരും രംഗത്തു വന്നു. പോലീസ് കേസ് എന്നെ വിളിച്ച് പറഞ്ഞു വെച്ചാൽ ഞാനാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്. അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. ഈ കേസ് ക്ലോസ് ചെയ്യാൻ ഞാൻ സാറേ കേസ് ക്ലോസ് ചെയ്യണം. അത് CI പറഞ്ഞു ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല സാറേ. ഇത് കഴിഞ്ഞാൽ കൊച്ചു പോയാൽ സംശയിച്ച് വണ്ടി കിട്ടിയിട്ടില്ല. പിന്നെ അവൻ കണ്ണൂർ പോയിട്ട് യാതൊരു തെളിവുമില്ല. ഒരു CCTVയിലും കാണുന്നില്ല ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ സാറേ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. 19-ന് കാണാതായ ജോബിഷ് 21 വരെ കണ്ണൂരിൽ തന്നെയുള്ളതായി മൊബൈൽ ടവർ ലൊക്കേഷനിൽ വ്യക്തമായിട്ടുണ്ട്. ഈ കാര്യത്തിൽ പോലീസ് വേണ്ടത്ര അന്വേഷണം നടത്തിയില്ല. ജോബിഷ് സഞ്ചരിച്ച ബൈക്കും കണ്ടെത്തിയിട്ടില്ല. കണ്ണൂർ പ്ലാസ ജംഗ്ഷനിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ജോബിഷിന്റെ ഫോൺ കണ്ടെത്തിയിരുന്നു. ഒരു യുവാവ് വിറ്റതായാണ് കടയുടമ പറഞ്ഞത്. ജോബിഷ് തന്നെയാണോ ഫോൺ വിറ്റതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. സാമ്പത്തിക ബാധ്യതയില്ലാത്ത ജോബിഷ് ആത്മഹത്യ ചെയ്യില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ജോബിഷിന്റെ വസ്തു പണമിടപാടുകളും സംശയമുള്ള കൂട്ടുകാരെയും മറ്റു വ്യക്തികളെയും സംബന്ധിച്ചും പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്വേഷണം നടന്നിട്ടില്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തി. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകിയിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹത കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ കേസ് അവസാനിപ്പിക്കുകയാണെന്നാണ് ജോബിഷിന്റെ ബന്ധുക്കളെ വളപട്ടണം പോലീസ് അറിയിച്ചത്.
സംഭവം നടന്ന് 1 മാസം കഴിയുമ്പോഴേക്കും ധൃതി പിടിച്ച് കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കം ആരെയോ സഹായിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ന്യൂസ് 18 കണ്ണൂർ. കൊടുവള്ളിയിൽ ജുവലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ വൻ വഴിത്തിരിവ്. കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ കടയുടമയുടെ സുഹൃത്തായ രമേശാണെന്ന് പോലീസ് പറഞ്ഞു. രമേശ് ഉൾപ്പെടെ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മോഷ്ടിച്ച സ്വർണവും കൊട്ടേഷൻ സംഘത്തിന് കൊടുത്ത 12 ലക്ഷം രൂപയും പിടിച്ചു. ആക്രമിക്കപ്പെട്ട കൊടുവള്ളി സ്വദേശി ബൈജുവിന്റെ കടയുടെ സമീപത്ത് തന്നെ ആഭരണ നിർമ്മാണ കട നടത്തുന്നയാളാണ് രമേശ്. ബൈജുവിന്റെ സുഹൃത്തു കൂടിയായ രമേശ് നൽകിയ കൊട്ടേഷൻ പ്രകാരമായിരുന്നു കവർച്ച. രമേശിനെ കൂടാതെ വിപിൻ, ഹരീഷ്, ലതീഷ്, വിമൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 1.3 കിലോ സ്വർണം പോലീസ് പിടിച്ചെടുത്തു. കൊട്ടേഷൻ സംഘത്തിന് കൊടുത്ത 12 ലക്ഷം രൂപയും പിടികൂടി. കവർച്ചയ്ക്ക് ശേഷം സംശയം തോന്നാതിരിക്കാൻ ആക്രമിക്കപ്പെട്ട ബൈജുവിനെ കണ്ട് രമേശ് സംസാരിച്ചിരുന്നു. വളരെ ആസൂത്രിതമായാണ് കവർച്ച നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. ഇത്രയും ഗോൾഡ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ജേണിയെ പറ്റി കൃത്യമായിട്ടും വിവരമുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിലെന്ന് പോലീസിന് മനസ്സിലാവുകയും അതിലൂടെയാണ് ഈ കേസിന്റെ പ്രധാനിയായിട്ടുള്ള ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികളിൽ ഒരാളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന രമേശിനെ പോലീസ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരികയായിരുന്ന ബൈജുവിനെ ഇടിച്ചിട്ട ശേഷം കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ സംഘം ബാഗിൽ സൂക്ഷിച്ച 2 കിലോയോളം സ്വർണവുമായി കടന്നു കളഞ്ഞത്. വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ച കാറിലായിരുന്നു പ്രതികൾ എത്തിയത്. CCTVകളും മൊബൈൽ ഫോണുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പെരിന്തൽമണ്ണയിൽ ഉണ്ടായതിന് സമാനമായി കൊടുവള്ളിയിലും വൻ കവർച്ചയുണ്ടായത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെ പിടികൂടാനായത് പോലീസിന് അഭിമാനമായി. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്ത് ആവളപ്പാണ്ടിയിൽ പിങ്ക് നിറത്തിലുള്ള മുള്ളൻ പായൽ പൂക്കളുടെ കാഴ്ചയ്ക്ക് ഇത്തവണയും മുടക്കമില്ല. കുറ്റിയോട്ട് നടയിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് നല്ല കാഴ്ചയെങ്കിലും പരിസരങ്ങളിലേക്ക് പായൽ പടരുന്നത് നാട്ടുകാർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ആവളപ്പാണ്ടി ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. മുള്ളൻപായൽ പൂക്കൾ പിങ്ക് നിറത്തിൽ നിറയെ പരന്നു നിൽപ്പുണ്ട്. തെക്കൻ അമേരിക്കൻ നാടുകളിൽ നിന്നാണ് കബോംബ ഫെർക്കാറ്റ എന്ന ഈ ജലസസ്യമെത്തുന്നത്. മുള്ളൻപായൽ എന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. മറ്റ് ജലസസ്യങ്ങളെ അപേക്ഷിച്ച് അതിവേഗം പടർന്നു പിടിക്കുന്ന ഇനമാണിത്. മുള്ളൻപായൽ കാണാനും ചിത്രങ്ങൾ പകർത്താനുമെത്തുന്നവർ ഏറെയാണ്. വലിയ തിരക്കായിരുന്നു. അത് ഇപ്പോൾ നമ്മളെ യൂട്യൂബിലൊക്കെ കാണാം, അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അത് നവംബർ ഡിസംബർ മാസങ്ങളാണ് കൂടുതലായിട്ടും പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഇത് കൃഷിക്ക് യോജ്യമല്ല. പക്ഷേ ഇപ്പോൾ ഈ 1-2 വർഷത്തോളം കുറഞ്ഞു വരുന്നൊരു ആണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ആവളപ്പാണ്ടിയുടെ ഇതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു പൂവാണ് ചല്ലിപ്പൂവ് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ മുള്ളൻപായൽ നെൽപ്പാടങ്ങൾക്ക് ഭീഷണിയാണെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കാപ്പ കേസ് പ്രതികൾക്കൊപ്പം കഞ്ചാവ് കടത്തിയതിന് പോലീസ് ഡ്രൈവർ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി സ്റ്റേഷനിലെ ഡ്രൈവറായ അസറാണ് അറസ്റ്റിലായത്. അഹമ്മദാബാദിലെ ആശ്രമത്തിൽ ഒളിവിൽ കഴിയവെയാണ് അറസ്റ്റ്. മനോജ് പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനോജ്, ഇയാൾ കുറ്റക്കാരനാണ് നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇദ്ദേഹം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. സസ്പെൻഷനിലാകുന്ന സമയത്ത് ജോലി ചെയ്തിരുന്നത് തൃശൂർ സിറ്റി AR ക്യാമ്പിലാണ്. അവിടെ നിന്നുമാണ് സസ്പെൻഷനിലായി ഇദ്ദേഹം ഈ കഞ്ചാവ് കേസിൽ പെട്ടുപോകുന്നത്. കൊല്ലം നമ്മുടെ പുനലൂരില് 30 കിലോ കഞ്ചാവുമായിട്ട് കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ കഞ്ചാവ് കടത്തിയതിന്റെ മുഖ്യ സൂത്രധാരനാണ് പോലീസ് ഡ്രൈവറായ ഇദ്ദേഹം കൊല്ലം കരുനാഗപ്പള്ളി കാട്ടിൽക്കടവ് പൈങ്ങക്കുളങ്ങര വീട്ടിൽ ബക്കർ ബാബ എന്നറിയപ്പെടുന്ന അസർ എന്നാണ് ഇയാളുടെ പേര്. ഇയാള് വേറെയും നിരവധി കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ ജൂലൈയിൽ വിജയവാഡയിൽ നിന്നും കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ 6 പേർക്കൊപ്പം അസർ കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരികയും ഈ കേസിലെ മറ്റ് പ്രതികളെ കുരിയോട്ടുമല ആദിവാസി കോളനിയിൽ നിന്നും 30 കിലോ കഞ്ചാവുമായി പിടികൂടുന്നതിനിടെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ ഓച്ചിറയിൽ വെച്ച് സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ പോലീസ് കൈകാണിക്കുകയും വെട്ടിച്ച് കടന്നുകളയും. തുടർന്ന് ഈ കഞ്ചാവ് പുനലൂരിലെ ഒരു ആദിവാസി കോളനിയിൽ കൊണ്ട് സൂക്ഷിക്കുകയായിരുന്നു. അവരെ പിടിച്ച് ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതും. പോലീസ് അന്വേഷിക്കുമ്പോൾ നിലവിൽ ഇദ്ദേഹം സസ്പെൻഷനുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കുകയും അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഇയാള് ജൂലൈയിൽ മൈസൂരിലേക്കും രാജസ്ഥാനിലേക്കും
പിന്നീട് പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലൊക്കെ ഒഴിവിൽ കഴിയുകയായിരുന്നു. അവസാനമായി ഗുജറാത്തിൽ അഹമ്മദാബാദിലെ മരോദയിലുള്ള ഒരാശ്രമത്തിൽ സ്വാമിയുടെ സഹായിയായി കഴിഞ്ഞു വരുന്നതിനിടെയാണ് പോലീസ് സംഘം തന്ത്രപരമായി അവിടെ എത്തി ഇയാളെ കൊടുക്കുന്നത്. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇയാൾ തൃശൂർ AR ക്യാമ്പിലെ ഡ്രൈവറായിരിക്കെയാണ് ഈ കേസിൽ ഇയാൾ അറസ്റ്റിലാകുന്നത്. ഇതിനിടെ ഒളിവിൽ പോകുന്നത്. പിന്നീട് ഇയാളെ ആശ്രമത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗുകേഷിന് ഇന്ന് നിർണായക പോരാട്ടം. ഇന്നലെ നടന്ന 5ാം മത്സരം സമനിലയിലായതോടെ ഇരുവർക്കും തുല്യ പോയിന്റുകളാണ് ലഭിച്ചത്. ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരികൃഷ്ണൻ, വിവരങ്ങൾ. രാജ്യത്തെ നിർണായകമായ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 6ാം ഗെയിമാണ് ഇന്ന് നടക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസത്തെ സമനില അത് ഗുകേഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയായിരുന്നു. കാരണം മത്സരത്തിൽ ഒരു വലിയ പിഴവ് ഗുകേഷിന് സംഭവിക്കുകയും തോൽവി എന്ന് ഉറപ്പിച്ചിരുന്ന മത്സരമാണ് ഗുകേഷ് സമനിലയിലൂടെ തിരിച്ചു പിടിച്ചത്. ഇരുവർക്കും 2.5 പോയിന്റോടെയാണ് ഇന്ന് 6ാം ഗെയിമിന് ഇറങ്ങുന്നത്. പ്രധാനമായും ഡിംഗ്ലിഷിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരം വിജയിച്ചതിന്റെ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നാലെ 2ാം മത്സരത്തിൽ ഗുകേഷ് സമനില നേടുകയും 3ാം മത്സരം ഗുകേഷ് വിജയിക്കുകയുമാണ് ചെയ്തത്. തുടർന്ന് 4ഉം 5ഉം മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുകയും ചെയ്തു. വലിയ പോരാട്ടം നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വെള്ളക്കരിക്കളുമായിട്ടാണ് ഗുകേഷ് മത്സരിക്കാൻ എത്തിയത്. പക്ഷേ അതുകൊണ്ട് തന്നെ മുൻ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസൺ ഉൾപ്പെടെയുള്ളവർ ഗുകേഷിന് വിജയം ഉറപ്പിച്ചിരുന്നതാണ് മത്സരത്തിന് മുൻപ്. പക്ഷേ മത്സരം തുടരുന്നതിനിടെ ഗുകേഷിനൊരു പിഴവ് സംഭവിക്കുകയും ഡിംഗ്ലിഷിന് അത് മുതലാക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് സമനിലയിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത്. പക്ഷേ ഇന്നത്തെ മത്സരം ഗുകേഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഗുകേഷ് തുടങ്ങി വെച്ച ഒരു വിജയ ഫോർമുല അത് തുടരുക എന്നുള്ളത് തന്നെയായിരിക്കും ഗുകേഷിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം. ഒരു തോൽവിയിലേക്ക് മാറാതെ എത്രയും വേഗം ആ വിജയ കുതിപ്പിലേക്ക് തുടരുകയും ഒരു ലീഡ് പ്രധാനമായും ഒരു പോയിന്റ് ജയിച്ച് ഒരു മത്സരം ജയിച്ചു കഴിഞ്ഞാൽ 1 പോയിന്റാണ് കിട്ടുക. അപ്പോൾ 3.5 എന്ന പോയിന്റിലേക്ക് തന്നെയാണ് ഗുകേഷ് ഇന്നത്തെ മത്സരത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഇന്നത്തെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 6ാം മത്സരം ഏറ്റവും കൂടുതൽ ആവേശഭരിതമായ കാഴ്ചയിലേക്കും കാര്യങ്ങൾ മാറുന്നത്. പ്രധാനമായും ഗുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായ പോരാട്ടത്തിൽ കുറഞ്ഞതായി ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ, പ്രത്യേകിച്ചും 40ാമത്തെ നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസം സമനിലയിൽ കലാശിച്ചത്. പക്ഷേ ആദ്യത്തെ മത്സരത്തിൽ ഡിംഗ്ലിഷ് നേടിയ 43. ഹരിയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. നമുക്ക് വാർത്താരംഭം പൂർണ്ണമാകാൻ സമയമായി. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി അല്പസമയത്തിനകം TG സജിത്ത് ചേരും.